വെൽക്കം ടു എ ന്യൂ സെഷൻ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസൈൻ ഓഫ് ഐഡിയൽ റിയാക്ടേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിയാക്ടർ, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിയാക്ടർ ദാറ്റ് വി ആർ യൂസിങ് ഇൻ എ കെമിക്കൽ ഇൻഡസ്ട്രി, അതിനെ ഡിസൈൻ ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്താണ്, ഓരോ റിയാക്ടറിൻ്റെ പെക്യുലാരിറ്റി എന്താണ്, അതുപോലെ തന്നെ ഡിസൈൻ ഇക്വേഷൻ എന്ന് ഞാൻ പറഞ്ഞു, അതിൽ എന്തൊക്കെ പാരാമീറ്റർ ലൈക്ക് ഫ്ലോ റേറ്റ്, കോൺസെൻട്രേഷൻ, കൺവേർഷൻ, ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ഫോർമുലയും അതിൻ്റെ പെക്യുലാരിറ്റീസൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. റിയാക്ടർ ഡിസൈനിലേക്ക് വരാം. ഒരു റിയാക്ടർ ഡിസൈൻ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഒരു ടാസ്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു റിയാക്ടറിനെ സ്യൂട്ടബിളായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. കുറേ ടൈപ്പ് ഓഫ് റിയാക്ടർ ഉണ്ട്. അപ്പോൾ ഏത് റിയാക്ടർ സെലക്ട് ചെയ്യണമെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് നടക്കുന്ന റിയാക്ഷൻ ടൈപ്പാണ്. ചിലപ്പോൾ എക്സോതെർമിക് ആവാം, എൻഡോതെർമിക് ആവാം, അതിൻ്റെ റിയാക്ഷൻ നടക്കുന്ന സ്പീഡ് കുറവാവാം, കൂടുതലാവാം. അപ്പോൾ അങ്ങനെ പല ഫാക്ടർ ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് എല്ലാം നമ്മൾ സ്യൂട്ടബിളായിട്ട് ഓരോരോ ടൈപ്പ് ഓഫ് റിയാക്ടറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റിയാക്ടേഴ്സിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ തന്നു. അപ്പം ഇതിൽ റിയാക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? ഒന്നുകിൽ അതൊരു ബാച്ച് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കാം. അപ്പോൾ ബാച്ചും കണ്ടിന്യൂസ് എന്താണെന്ന് നമുക്കറിയാം. ഒരു 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നെങ്കിൽ ബാച്ച് എന്ന് പറയാം. കണ്ടിന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് റിയാക്ടർ ഫീഡ് ചെയ്യുന്നു, പ്രോഡക്റ്റ് കിട്ടുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് എന്ന് പറയാം. ബേസ്ഡ് ഓൺ മോഡ്, അപ്പം നമുക്ക് 2 കാറ്റഗറി ഓഫ് റിയാക്ടർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ബാച്ച് റിയാക്ടറും കണ്ടിന്യൂസ് റിയാക്ടറും. കണ്ടിന്യൂസ് റിയാക്ടറിനെ കണ്ടിന്യൂസ് സ്റ്റിർ ടാങ്ക് റിയാക്ടർ എന്നാണ് പറയുന്നത്. ഇതിന് പുറമെ 2 ടൈപ്പ് ഓഫ് റിയാക്ടേഴ്സും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് പ്ലഗ് ഫ്ലോ റിയാക്ടർ, PFR എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം, ആൻഡ് LFR എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാമിനാർ ഫ്ലോ റിയാക്ടർ. ഇത്രയും ടൈപ്പ് ഓഫ് റിയാക്ടറാണ് നമ്മൾ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യേണ്ടത് ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ. വെൻ യു ആർ ആസ്ക്ഡ് ടു ഡിസൈൻ എ റിയാക്ടർ, നമ്മൾ കുറച്ച് പാരാമീറ്റർ സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ റിയാക്ടറിലേക്ക് വരുന്ന ഫ്ലോ റേറ്റ്, അതുപോലെ തന്നെ റിയാക്ടറിന് എത്രത്തോളം വോളിയം വേണം, റേറ്റ് ഓഫ് റിയാക്ഷൻ, ഞാൻ പറഞ്ഞു എത്ര സ്പീഡിലാണ് നടക്കുന്നത്, ഒന്നുകിൽ അത് ഫസ്റ്റ് ഓർഡർ ആവാം, സെക്കൻഡ് ഓർഡർ ആവാം, 0th ഓർഡർ ആവാം. ഒരു റിയാക്ടറിലേക്ക് വരുന്ന ഇൻലെറ്റ് കോൺസെൻട്രേഷനും ഔട്ട്ലെറ്റ് കോൺസെൻട്രേഷനും ഒക്കെ നമ്മൾ പാരാമീറ്ററായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഒരു റിയാക്ടർ ഡിസൈൻ ചെയ്യാൻ ബേസിക്കായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കൊരു റിയാക്ടറിൽ നിന്ന് പുറത്ത് വരുന്ന, അതായത് ഔട്ട്ലെറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ഔട്ട്ലെറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻലെറ്റ് കൈനറ്റിക്സ്, റിയാക്ഷൻ ആൻഡ് കോണ്ടാക്റ്റിംഗ് പാറ്റേൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ വി വിൽ ബി മൂവിങ് ടു ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് റിയാക്ടർ, ദാറ്റ് ഈസ് ബാച്ച് റിയാക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫീഡ് കൊടുക്കുന്നു, ഒരു പെർട്ടിക്കുലർ ടൈം അതിൻ്റെ അകത്ത് റിയാക്ഷൻ നടന്നതിന് ശേഷം നമ്മൾ ഫീഡ് ഔട്ട് എടുക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ ബാച്ച് ബൈ ബാച്ച് ആയിട്ടാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇമേജിൽ കാണുന്ന പോലെ തന്നെ ഒരു സ്റ്റിററുണ്ട്, അജിറ്റേറ്റർ ഉണ്ട്. അതിന് വേണ്ട ഹീറ്റിംഗ് കൊടുക്കേണ്ട കണ്ടീഷൻ ആണെങ്കിൽ ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് താഴെ കൊടുക്കാം. അജിറ്റേറ്റർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം വിൽ ബി പ്രൊവൈഡിങ് എ മോട്ടർ. അത് ഒരു RPM എത്ര വേണമെന്നൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 20 RPM എന്ന് വെച്ചാൽ റൊട്ടേഷൻസ് പെർ മിനിറ്റ് എന്നാണ്. അപ്പോൾ 20 പ്രാവശ്യം മാത്രം അത് കറങ്ങും. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്കിലേക്ക് വരുവാണെങ്കിൽ ഈച്ച് ബാച്ച് ഈസ് എ ക്ലോസ്ഡ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ മാസ് ഫിക്സഡ് ആണ്, വോളിയം അല്ലെങ്കിൽ ഡെൻസിറ്റി വേരിയേഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ എനർജി ഓഫ് ഈച്ച് ബാച്ച് മേ വേരി. ഫോർ എക്സാമ്പിൾ, എ ഹീറ്റ് എക്സ്ചേഞ്ചർ മേ ബി പ്രൊവൈഡഡ് ടു കൺട്രോൾ ടെമ്പറേച്ചർ ആസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദി അബോവ് ഫിഗർ. നേരത്തെ ഹീറ്റിംഗ് എലമെൻറ്റ് കൊടുത്ത പോലെ തന്നെ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് നമുക്ക് കൊടുക്കാം. അതിൻ്റെ ടെമ്പറേച്ചർ ഇപ്പം 100 ഡിഗ്രിയിൽ കീപ്പ് ചെയ്യേണ്ട റിയാക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോകാൻ സാധ്യതയുണ്ട് ഹീറ്റിംഗ് എലമെൻറ്റ് കൊടുക്കുമ്പോൾ. താഴെ ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് നേരത്തെ ഇമേജിലുണ്ടായിരുന്നില്ലേ. അപ്പം 100 തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു ബാച്ച് റിയാക്ടറിലേക്ക് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറും കൂടെ കണക്ട് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും 100 ഡിഗ്രി തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പറേഷൻ ഓഫ് ദ റിയാക്ടർ ഇസ് ഇൻഹെറിറ്റൻ്റ്ലി അൺസ്റ്റഡി. ഫോർ എക്സാമ്പിൾ, ബാച്ച് കമ്പോസിഷൻ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. അൺസ്റ്റഡി ആണ്, നമുക്കറിയാം. ബാച്ച് റിയാക്ഷനിൽ വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് റിയാക്ഷൻ നടക്കുന്നത്. 30 മിനിറ്റ് വേണം. ഇപ്പോൾ 0-ലുള്ള ടൈമിൽ നടന്ന അതേ റിയാക്ഷനല്ല 30 മിനിറ്റ് കഴിയുമ്പോൾ നടക്കുന്നത്. അപ്പോൾ ചേഞ്ച് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ 0.6 നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് അറ്റ് എനി ടൈം ദ ബാച്ച് ഇസ് യൂണിഫോം. അതായത് കോമ്പോസിഷൻ, ടെമ്പറേച്ചർ എക്സെട്രയാണ് അതിൽ മീൻ ചെയ്തത് ബിക്കോസ് ഓഫ് എഫക്റ്റീവ് സ്റ്റിറിങ്. അപ്പം എഫക്റ്റീവ് സ്റ്റിറിങ് ആണ് നമ്മൾ ബാച്ച് റിയാക്ടറിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം, ലൈക്ക് 10 മിനിറ്റ് ഒരേ റിയാക്ഷനാണ് 10 ദിവസം നമ്മൾ നടത്തുന്നത്. അപ്പം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 10ാമത്തെ മിനിറ്റിൽ നടക്കുന്ന കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചറും ഒക്കെ ഐഡൻറ്റിക്കൽ ആയിരിക്കും ആദ്യത്തെ ബാച്ച് ചെയ്യുമ്പോഴും 2ാമത്തെ ബാച്ച് ചെയ്യുമ്പോഴും. അപ്പം അങ്ങനെ നോക്കുമ്പം നേരത്തെ പറഞ്ഞ 0.6 എന്ന് പറയുന്നത് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞില്ലേ വേരിയേഷൻ ഉണ്ടാകും എന്നുള്ളത്, അത് നോട്ട് വിസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാച്ച് റിയാക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പെർഫോമൻസ് ഇക്വേഷൻ ഓഫ് ബാച്ച് റിയാക്ടർ നോക്കാം. BR എന്ന് കാണിക്കുന്നത് ബാച്ച് റിയാക്ടറാണ്. അപ്പം ഒരു സാധനം കിട്ടിയാൽ നമ്മൾ എനർജി ബാലൻസ്, മെറ്റീരിയൽ ബാലൻസ് ഒക്കെ എഴുതുന്ന പോലെ തന്നെ നമുക്ക് മെറ്റീരിയൽ ബാലൻസ് നോക്കാം. അതിൽ ബാച്ച് റിയാക്ടറിൽ ഇൻപുട്ട്
ഈക്വൽ ടു ഔട്ട്പുട്ട് പ്ലസ് ഡിസപ്പിയറൻസ് പ്ലസ് അക്യുമുലേഷൻ ആണ്. അതായത് ഇപ്പോൾ ബാച്ച് റിയാക്ടറിൽ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഒരു സമയത്ത് 0 ആണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇൻലെറ്റും ഔട്ട്ലെറ്റും നടക്കുന്നില്ല. 30 മിനിറ്റ് 40 മിനിറ്റൊക്കെയാണ് ഒരു ബാച്ചിൻ്റെ ടൈം എന്ന് പറയുന്നത് മിനിമം. അപ്പം ഒരു ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാച്ച് റിയാക്ടറിൽ 5 ലിറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇൻലെറ്റ് വരുന്നില്ല, അതുപോലെ തന്നെ ഔട്ട്ലെറ്റും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് 0 ആയതുകൊണ്ട് ഡിസപ്പിയറൻസും അക്യുമുലേഷനും മാത്രമേ വരുള്ളൂ. അതിന് നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുന്നത് റേറ്റ് ഓഫ് ലോസ് ഓഫ് റിയാക്ടൻ്റ് എ വിത്ത് കെമിക്കൽ ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് റേറ്റ് ഓഫ് അക്യുമുലേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് എ വിത്തിൻ ദ റിയാക്ടർ എന്ന് പറയാം. അപ്പം റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ -RA എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം തൊട്ട് മുന്നേ ഉള്ള ഇക്വേഷനെ നമ്മൾ -RA ഇൻറ്റു വോളിയം ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് എ റിയാക്റ്റൻ ഡിവൈഡഡ് ബൈ ടൈം ഇൻറ്റു വോളിയം ഓഫ് റിയാക്ടർ ഫ്ലൂയിഡ് മൾട്ടിപ്ലൈഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിനെ അക്യുമുലേഷൻ ഇൻ ടേം ഓഫ് മോൾസ് പെർ ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് അടുത്ത ഇക്വേഷനിൽ കാണിച്ചിരിക്കുന്നത്. മോൾസിനെ NA എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ മോൾസ് എന്ന് വെച്ചാൽ DNA/dt എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു D/dt ഓഫ് NA0 ഇൻറ്റു 1 - XA എന്ന് നമുക്ക് എഴുതാം. XA എന്ന് വെച്ചാൽ കൺവേർഷൻ ആണെന്ന് നമുക്ക് അറിയുന്നതാണ്. അപ്പം NA എന്ന് പറയുന്നത് എന്താണ്? മോൾസ് ലീവിങ് ദ റിയാക്ടർ. ബാച്ച് റിയാക്ടറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് NA. It is a function of moles entering the reactant, that is Na0 into 1 - XA. അപ്പോൾ XA എന്ന് വെച്ചാൽ കൺവേർഷനാണ്. ആ ടേമിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് പല രീതിയിൽ എഴുതിയിരിക്കുന്നതാണ് ഈ സ്ലൈഡിൽ കാണിക്കുന്ന ബാക്കി 2 റിയാക്ഷൻ ഇക്വേഷൻസും. അപ്പോൾ അതൊന്ന് നോക്കുക. ഇതിൽ ഫൈനൽ ഇക്വേഷൻ ടൈം കണ്ടുപിടിക്കാനാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു Na0 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു XA ഇൻറ്റു dXA/-RA ഇൻറ്റു V. ഈ ഇക്വേഷൻസ് എല്ലാം നമുക്കിപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ റിയാക്ഷൻ റേറ്റ് അതിനെയാണ് -RA എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ Na0യോ NAയോ XA ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇഫ് യു നോ ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ. അപ്പം ഇതാണ് പെർഫോമൻസ് ഇക്വേഷൻ ഓഫ് ബാച്ച് റിയാക്ടർ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 2-3 വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ പെർഫോമൻസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി സിസ്റ്റം ആണെങ്കിൽ T കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഇപ്പോൾ അടുത്ത സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന ഫോർ ഓൾ റിയാക്ഷൻ ഇൻ വിച്ച് ദ വോളിയം ഓഫ് റിയാക്ടിങ് മിക്സ്ചർ ചേഞ്ചസ് പ്രൊപ്പോർഷണൽ ടു കൺവേർഷൻ. വോളിയം ഓഫ് റിയാക്ട് ചെയ്യുന്ന മിക്സ്ചേഴ്സ് ചേഞ്ചസ് വിത്ത് കൺവേർഷൻ ആണെങ്കിൽ തൊട്ട് താഴെയുള്ള റിയാക്ഷൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്, എന്ന് വെച്ചാൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈം കണ്ടുപിടിക്കേണ്ടത്. അതിനെ പല രീതിയിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ എഴുതിയിരിക്കുന്നതാണ് ഈ ഇക്വേഷൻ. Now we will be discussing one of the important topic, അതായത് സ്പേസ് ടൈമും സ്പേസ് വെലോസിറ്റിയും. സ്പേസ് ടൈമും സ്പേസ് വെലോസിറ്റി എപ്പോഴും ക്വസ്റ്റ്യൻസിൽ കാണുന്നതാണ്. സ്പേസ് ടൈമിനെ ടൗ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടൗ ഇസിക്കൽ 1/s എന്നാണ് നമ്മൾ മാത്തമാറ്റിക്കലി ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം സ്പേസ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം റിക്വയർഡ് ടു പ്രോസസ് 1 റിയാക്ടർ വോളിയം ഓഫ് ഫീഡ് മെഷർ അറ്റ് എ സ്പെസിഫിക് കണ്ടീഷൻ. ഒരു റിയാക്ടർ വോളിയം സേ ലൈക്ക് 10 ലിറ്റർ ആണെങ്കിൽ ആ 10 ലിറ്റർ പ്രോസസ്സ് ചെയ്യാൻ ഉള്ള ടൈം അറ്റ് സ്പെസിഫിക് കണ്ടീഷനെയാണ് നമ്മൾ സ്പേസ് ടൈം എന്ന് പറയുന്നത്. ഒരു ടേം ഉള്ളത് സ്പേസ് വെലോസിറ്റി, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന S എന്നാണ്. S ഇസിക്കൽ 1 സ്പേസ് ടൈം എന്നാണ് അർത്ഥം. അതിൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റിയാക്ടർ വോളിയം ഓഫ് ഫീഡ് അറ്റ് സ്പെസിഫിക് കണ്ടീഷൻ വിച്ച് ക്യാൻ ബി ട്രീറ്റഡ് ഇൻ യൂണിറ്റ് ടൈം എന്നാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ടൈം ഇൻവേഴ്സ് ആണ്. സ്പേസ് ടൈമും സ്പേസ് വെലോസിറ്റിയും ഒരു റിലേഷനുണ്ട്. ടൗ ഇസിക്കൽ ടു 1/s എന്നാണ് അതിൻ്റെ റിലേഷൻ. നമ്മൾ മാത്തമാറ്റിക്കലി റീഅറേഞ്ച് ചെയ്യുമ്പം CA0 ഇൻറ്റു V/FA0 എന്ന് പറയാം. അതിൽ CA0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻലെറ്റ് കോൺസെൻട്രേഷൻ വീസ് ദ വോളിയം ഓഫ് ദ റിയാക്ടർ. ഇപ്പം റിയാക്ടറിൻ്റെ വോളിയം. FA0 എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിമെട്രിക് ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഫീഡ് റേറ്റ് ആണ്. അപ്പോൾ ടൗ ഇസിക്കൽ ടു 1/s അതിനെ CA0 ഇൻറ്റു V/FA0 എന്ന് എഴുതാം, അല്ലെങ്കിൽ V/V0 എന്ന് എഴുതാം. അതിൽ V0 എന്ന് വെച്ചാലും വോളിമെട്രിക് ഫ്ലോ റേറ്റ് ആണ്. Now we are moving to the second type of reactor, that is CSTR. ബാച്ച് പോലെയല്ല. CSTR എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഫീഡും കണ്ടിന്യൂസ് പ്രോഡക്റ്റ് റിക്കവറിയും ഉണ്ട്. CSTR ലാബോറട്ടറിയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ CSTR ഒരിടത്തുകൂടി ഇൻലെറ്റ് വരും, ഒരു സൈഡിൽ കൂടെ നമുക്ക് പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതിന് സിംഗിളായിട്ടും നമുക്ക് അറേഞ്ച് ചെയ്യാം, സീരീസ് ആയിട്ടും അറേഞ്ച് ചെയ്യാം. അപ്പോൾ 2 CSTR ഇൻ സീരീസ് ആണ് രണ്ടാമത്തെ ഇമേജ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് കണ്ടിന്യൂസ് പോളിമറൈസേഷൻ ഓഫ് സ്റ്റൈറിൻ ആൻഡ് ബ്യൂട്ടാഡൈൻ ടു മേക്ക് സിന്തറ്റിക് റബ്ബർ. അപ്പോൾ സിന്തറ്റിക് റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 CSTR ഇൻ സീരീസ് കണക്ഷൻ വഴിയാണ് ജനറലി. നൗ വി വിൽ ഡിസ്കസ് സം ക്യാരക്ടറിസ്റ്റിക് ഓഫ് CSTR. അതിൽ ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ത്രൂ ദ വെസൽ. ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്ട്രീം ഇസ് കണ്ടിന്യൂസ് ബട്ട് നോട്ട് നെസസറിലി അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. അപ്പോൾ ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിൽ നിന്നും വരുന്ന ഫ്ലോ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് റേറ്റ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുപോലെ തന്നെ സിസ്റ്റം മാസ് ഇൻസൈഡ് ഈച്ച് വെസൽ ഈസ് നോട്ട് നെസസറിലി ഫിക്സഡ്. ഇപ്പോൾ 2 CSTR ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള സിസ്റ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 2 വെസലിലും ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആവില്ല, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ തേർഡ് വൺ, ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ഈച്ച് വെസൽ ഈസ് പെർഫെക്റ്റ്ലി മിക്സ്ഡ്.
and hence its properties are uniform at any time because of efficient സ്റ്റിറിങ്. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റിറിങ് നമ്മൾ ആ റിയാക്ടറിൻ്റെ അകത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള പ്രോപ്പർട്ടീസ് എല്ലാം യൂണിഫോം ആയിരിക്കും. ആൻഡ് ഫോർത്ത് വൺ, ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലോയിങ് സിസ്റ്റം ഇസ് നോട്ട് നെസസറിലി കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് സ്ട്രീം മേ ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് ഇൻപുട്ട് സ്ട്രീം. അപ്പോൾ ഡെൻസിറ്റി വേരിയേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. റിയാക്ഷൻ അതിനകത്ത് നടക്കുന്ന സമയം അനുസരിച്ച് ഡെൻസിറ്റിക്ക് വ്യത്യാസം വരും. ആൻഡ് ഫിഫ്ത്ത് വൺ, ഈ CSTR സിസ്റ്റം ഒന്നുകിൽ സ്റ്റഡി സ്റ്റേറ്റോ അല്ലെങ്കിൽ അൺസ്റ്റഡി സ്റ്റേറ്റിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. സിക്സ്ത് വൺ, എ ഹീറ്റ് എക്സ്ചേഞ്ചർ മേ ബി പ്രൊവൈഡഡ് ഇൻ ഈച്ച് വെസൽ ടു കൺട്രോൾ ദ ടെമ്പറേച്ചർ. നേരത്തെ ബാച്ചിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ വരുവാണെങ്കിൽ അതിനെ കീപ്പ് ചെയ്യാൻ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിൽ കീപ്പ് ചെയ്യാൻ ഹീറ്റ് എക്സ്ചേഞ്ചറും കൂടെ കണക്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ CSTRൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നൗ വി വിൽ ബി മൂവിങ് ടു ദ പെർഫോമൻസ് ഇക്വേഷൻ. നേരത്തെ ബാച്ചിൽ ചെയ്ത പോലെ തന്നെ ഇതിലും ഒരു പെർഫോമൻസ് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൽ ഡിഫൈൻ ചെയ്യണം. ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ വെസൽ ഈസ് യൂണിഫോംലി മിക്സ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് ഫ്ലൂയിഡ് എലമെൻറ്റ് ഹാവ് ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് ലീവിംഗ് ദ വെസൽ ഇൻ ദ ഔട്ട്പുട്ട് സ്ട്രീം അറ്റ് എനി ടൈം. അതായത് ഔട്ട്പുട്ടിൽ കൂടെ പോകുന്ന ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ടറിൻ്റെ അകത്തുള്ള ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്. അതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. നമ്മളിപ്പോൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ചെറിയൊരു ചേഞ്ച്, ആ ചേഞ്ചിനെ നമുക്ക് സ്റ്റെപ്പ് ചേഞ്ച് എന്ന് പറയാം. ഒരു സ്റ്റെപ്പ് ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അതേ സ്റ്റെപ്പ് ചേഞ്ച് ഔട്ട്പുട്ടിൽ റിഫ്ലക്റ്റ് ആവും. അതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ മെറ്റീരിയൽ ബാലൻസിലേക്ക് വരാം. അപ്പോൾ മെറ്റീരിയൽ ബാലൻസ് എന്ന് പറയുമ്പം ഈ ഒരു CSTRൽ എന്താണ്, ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട് പ്ലസ് ഡിസപ്പിയറൻസ് പ്ലസ് അക്യുമുലേഷൻ എന്നാണ്. ഇതിൽ അക്യുമുലേഷൻ ഒന്നുമില്ല, കാരണം ഇൻപുട്ടിലേക്ക് വരുന്ന സാധനം, ഇപ്പോൾ റിയാക്ടറിൻ്റെ അകത്തേക്ക് വരുന്ന സാധനം അതേപോലെ തന്നെ റിയാക്ഷൻ നടന്ന് പുറത്തേക്കും പൊയ്ക്കൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇൻലെറ്റും ഔട്ട്ലെറ്റും നടക്കുന്നതുകൊണ്ട് ഒരു മാസം ഈ റിയാക്ടറിൻ്റെ അകത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ബാലൻസ് എടുക്കുമ്പോൾ അക്യുമുലേഷൻ ടേം 0 ആണ്. ഇനി ഇമേജ് നോക്കുമ്പോൾ CA0 എന്ന് പറയുന്നത് ഇൻലെറ്റിലെ കോൺസെൻട്രേഷൻ, XA0 എന്ന് പറയുന്നത് കൺവേർഷൻ അറ്റ് ഇൻലെറ്റ്. അതെപ്പോഴും 0 ആയിരിക്കും. കൺവേർഷൻ നടക്കണമെങ്കിൽ റിയാക്ഷൻ നടക്കണം. ഇതിൽ -6 എന്നൊക്കെ ആ റിയാക്ടറിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് എത്രത്തോളം റിയാക്ഷൻ റേറ്റ് നടന്നു എന്നാണ്. അതുപോലെ തന്നെ XA എന്ന് പറയുന്ന കൺവേർഷനാണ് അകത്ത് നടക്കുന്നത്. ഇനി പുറത്തേക്ക് വരുന്നത് CAF എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു CA. അകത്തുള്ള കണ്ടീഷൻ തന്നെയായിരിക്കും പുറത്തേക്ക് വരുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതാണ് ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. XAF എന്ന് വെച്ചാൽ XA തന്നെയാണ്. പുറത്തേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും അകത്ത് നടക്കുന്നതും സെയിം ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. വിൽ കം ടു ദ പെർഫോമൻസ് ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ, നേരത്തെ ബാച്ച് ചെയ്ത പോലെ തന്നെ. ഇപ്പം ഫീഡ് ഇൻലെറ്റ് എന്ന് പറയുന്നത് FA0 ആണ്. FA0 എന്ന് പറയുമ്പം നമുക്ക് വേണമെങ്കിൽ FA0നെ 1 - XA എന്ന് എഴുതാം. അത് കൺവേർഷൻ ടേം എന്നാണ് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം, FA എന്നാണ് നമ്മൾ പറയുന്നത്. FA0 എന്ന് വെച്ചാൽ ഇൻലെറ്റും FA എന്ന് പറയുന്ന ഔട്ട്ലെറ്റും ആണ്. അപ്പോൾ FA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FA0 × 1 - XA എന്ന് തന്നെ എഴുതാം. ഈ കണ്ടീഷനിൽ ഡിസപ്പിയറൻസ് ഓഫ് A ബൈ റിയാക്ഷൻ എന്ന് പറയുന്നത് -6 × V ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോൾസ് ഓഫ് എയർ റിയാക്ടിങ് ഡിവൈഡഡ് ബൈ ടൈം ഇൻറ്റു വോളിയം ഓഫ് ഫ്ലൂയിഡ് ദ ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ വോളിയം ഓഫ് റിയാക്ടർ. അതിനെ മാത്തമാറ്റിക്കലി FA0 XA = -6V എന്ന് എഴുതാം. ഇതിന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് പല രീതിയിൽ എഴുതാൻ പറ്റും. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ τ = 1/s എന്നുള്ള ഇക്വേഷൻ കണ്ടിട്ടില്ലേ? സ്പേസ് ടൈമും സ്പേസ് വെലോസിറ്റി നമ്മൾ നേരത്തെ നോക്കി. ആ രീതിയിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് ഈ ഇക്വേഷനെ എഴുതാം. അതിനെ ഫൈനലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന CA0 × XA ബൈ -6 എന്നാണ്. അപ്പം ഈ രീതികളിലെല്ലാം നമുക്ക് ഈ ഇക്വേഷനെ, പെർഫോമൻസ് ഇക്വേഷനെ ഡിറൈവ് ചെയ്തെടുക്കാം. ഇപ്പം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലും സെക്കൻഡ് ഓർഡർ റിയാക്ഷനൊക്കെ ആണെങ്കിലും ഈ പെർഫോമൻസ് ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നതെന്നാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. അതിൽ ε എന്ന് പറയുന്നത് 0 എനി വാല്യൂ ആകുമ്പോൾ ഉള്ള ചേഞ്ചസ് മാത്രമായിരിക്കും ന്യൂമറിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ജനറലി ചോദിക്കുന്നത്. അപ്പം ഇതൊന്ന് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് മേ ബി ആസ്ക്ഡ് ഇൻ ദ ന്യൂമറിക്കൽസ്. ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ കൂടെ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഒരു ഫീനോൾ പ്രൊഡക്ഷൻ ഇൻ CSTRൻ്റെ ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ദ റിയാക്ഷൻ ഈസ് ഫ്യൂഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ ആണെന്ന് തന്നിട്ടുണ്ട്. റേറ്റ് -6 എന്ന് പറയുന്നത് KC ആണ്. അപ്പോൾ അത് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ റിയാക്ടർ വോളിയം ടു അച്ചീവ് 85% കൺവേർഷൻ ഓഫ് CHP അറ്റ് സ്റ്റഡി സ്റ്റേറ്റ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ടാസ്ക്. ക്വസ്റ്റ്യനിൽ ഫ്ലോ റേറ്റ് ഓഫ് ദ റിയാക്ടർ തന്നിട്ടുണ്ട് 26.9 m3/h ആൻഡ് K വാല്യൂവും തന്നിട്ടുണ്ട് 4.12 അവർ ഇൻവേഴ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടതാണ് റിയാക്ടർ വോളിയം V ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ ആൻസേഴ്സ്. അതിൻ്റെ ആൻസർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും കമൻറ്റ് ബോക്സിലൊക്കെ. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിയാക്ടർ, ദാറ്റ് ഈസ് പ്ലഗ് ഫ്ലോ റിയാക്ടർ. നമുക്കറിയാം അതൊരു സ്റ്റഡി സ്റ്റേറ്റ് റിയാക്ടറാണ്. മെയിൻറ്റെയിൻ അറ്റ് കോൺസ്റ്റൻറ്റ് ത്രൂപുട്ടാണ്. ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ വിത്ത് പ്ലഗ് ഫ്ലോ വെലോസിറ്റി പ്രൊഫൈലാണ് ഇതിലുള്ളത്. ആൻഡ് L/D റേഷ്യോ ഈസ് സഫിഷ്യൻ്റ്ലി ലാർജ്. അതുപോലെ D/dP
റേഷ്യോയും ലാർജ് ആണ്. അതിൽ എൽ എന്ന് വെച്ചാൽ ലെങ്തും ഡി എന്ന് വെച്ചാൽ ഡയമീറ്ററുമാണ്. ഡി പി എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾ. എഫ് ആർ ഹാവ് ലോ പ്രഷർ ഡ്രോപ്പ്, അതുപോലെ തന്നെ വെൽ ഡിഫൈൻഡ് ടെമ്പറേച്ചർ ആക്സിയൽ പ്രൊഫൈലും നെഗ്ലിജിബിൾ റേഡിയൽ പ്രൊഫൈലുമാണ് ഉള്ളത്. ആക്സിയൽ പ്രൊഫൈൽ എന്ന് വെച്ചാൽ നമുക്ക് പി എഫ് ആർ എന്ന് വെച്ചാൽ ഒരു ഹൊറിസോണ്ടൽ പൈപ്പാണെന്നറിയാം. ആ എലോങ് ദ ഡയറക്ഷൻ, ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഫ്ലോ പോകുകയാണെങ്കിൽ അതിനെയാണ് ആക്സിയൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. റേഡിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ദാറ്റ് പ്രിവെൻഷൻ ഓഫ് ഫർദർ റിയാക്ഷൻ ഫോളോയിങ് സാമ്പിളിംഗ്. അപ്പം നമ്മൾ ഈ റിയാക്ടറിൻ്റെ ഏതെങ്കിലും പോയിന്റിൽ നിന്ന് സാമ്പിളിംഗ് എടുക്കുകയാണെങ്കിൽ, അകത്തുള്ള സാധനം നമ്മൾ കുറച്ച് സാമ്പിൾ ടെസ്റ്റിങ്ങിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഫർദർ റിയാക്ഷൻ അതിൽ നടക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് പ്ലഗ് ഫ്ലോ റിയാക്ടറിൻ്റെ ഓവറോൾ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ദാറ്റ് PFR can be used in both liquid and gas phase. അതിന് ലബോറട്ടറി സ്കെയിൽ തൊട്ട് വലിയ റിയാക്ടർ വലിയ കപ്പാസിറ്റി വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ റിയാക്ടർ ഇറ്റ് സെൽഫ് മേ കൺസിസ്റ്റ് ഓഫ് എൻ എംപ്റ്റി ട്യൂബ് ഓർ വെസൽ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഒരു പൈപ്പ് പോലെ അല്ലെങ്കിൽ ട്യൂബ് പോലെയാണ് അത് ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് മേ കണ്ടെയ്ൻ പാക്കിംഗ് ഓർ എ ടൈഡ് ബെഡ് ഓഫ് പാക്കിംഗ്. അതിൻ്റെ അകത്ത് വേണമെങ്കിൽ പാക്കിംഗ് കൊടുക്കാം, സോളിഡ് മെറ്റീരിയൽ വേണമെങ്കിൽ പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടൈഡ് ബെഡ് പോലെയാണ് പാക്കിംഗ് ചെയ്യുന്നത്. അതിൽ കാറ്റലിസ്റ്റാണ് ഈ സോളിഡ് ആയിട്ടൊക്കെ നമ്മൾ പാക്ക് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്നത്. ചില സമയങ്ങളിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാകത്തില്ല. ആ ലെങ്തിൽ കൂടെ വെള്ളം അല്ലെങ്കിൽ നമ്മൾ ഇൻലെറ്റ് കൊടുക്കുന്ന സാധനം പാസ് ചെയ്യുമ്പോൾ തന്നെ റിയാക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് PFR is similar to CSTR. It is also used in a higher scale and it differs from batch reactor. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ത്രൂ ദ വെസൽ ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്ട്രീം ഈസ് കണ്ടിന്യൂസ് ബട്ട് നോട്ട് നെസസറിലി അറ്റ് കോൺസ്റ്റൻറ്റ് റേറ്റ്. ദ ഫ്ലോ ഇൻ ദ വെസൽ ഇൻ PFR ഈസ് ലൈക്ക് ദിസ് മാനർ. അതുപോലെ തന്നെ സിസ്റ്റം മാസ് ഇൻസൈഡ് ദ വെസൽ ഈസ് നോട്ട് നെസസറിലി ഫിക്സഡ്. മാസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കില്ല അതിൻ്റെ അകത്ത്, റിയാക്ടറിൻ്റെ അകത്ത്. ആൻഡ് ദർ ഈസ് നോ ആക്സിയൽ മിക്സിംഗ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ വെസൽ. അതിൻ്റെ അർത്ഥം ഡയറക്ഷൻ ഓഫ് ഫ്ലോ, ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഒരു ഹൊറിസോണ്ടൽ പൈപ്പ് ആണെങ്കിൽ ആ ഡയറക്ഷനെയാണ് ആക്സിയൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ദർ ഈസ് നോ ആക്സിയൽ മിക്സിംഗ് ഓഫ് ഫ്ലൂയിഡ് ആണ് PFRൻ്റെ വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഈ PFRൽ വൺ ഓഫ് ദ മിക്സിംഗ് പ്രോപ്പർട്ടീസ് ലൈക്ക് റേഡിയൽ മിക്സിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലോ നടക്കുന്ന ഡയറക്ഷൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് മിക്സിംഗ് നടക്കുന്നത്. ആൻഡ് ദ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് യൂണിഫോം ഇൻ ദിസ് പർട്ടിക്കുലർ റേഡിയൽ പ്ലെയിൻ. ഡെൻസിറ്റി എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ എലോങ് ദ ലെങ്ത് വേരിയേഷൻ നടക്കും. ഈ റിയാക്ടർ നമുക്ക് PFR സ്റ്റഡിയിലും നോൺ സ്റ്റഡി സ്റ്റേറ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ വാൾ ഓഫ് ദ വെസൽ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെക്യുലാരിറ്റി. 7 ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് PFR ഐ ഹാവ് ഡിസ്കസ്ഡ് ടിൽ നൗ. And we are coming to the material balance. ഇതിൻ്റെ മെറ്റീരിയൽ ബാലൻസ് എടുക്കുമ്പോൾ ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട് പ്ലസ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ഷൻ പ്ലസ് അക്യുമുലേഷൻ. ഇതിൽ അക്യുമുലേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അക്യുമുലേഷൻ ടേം 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കമ്മിങ് ടു ദ പെർഫോമൻസ് ഇക്വേഷൻ ഡെറിവേഷൻ. ഒരു പൈപ്പ് നമ്മൾ കൺസിഡർ ചെയ്യും. പൈപ്പ് പോലെ തന്നെയാണ് PFR ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ക്രോസ് സെക്ഷൻ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തു. അതാണ് നമ്മൾ പെർഫോമൻസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൈപ്പിൻ്റെ നടുക്ക് കൂടെ നിങ്ങൾ കാണുന്നത് FA എന്ന് എഴുതിയിരിക്കുന്നത് ഫീഡ് ഇൻലെറ്റും FA പ്ലസ് DFA എന്ന് പറയുന്നത് ഫീഡ് ഔട്ട്ലെറ്റുമാണ്. ഈ DFA എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ ചെറിയൊരു ക്രോസ് സെക്ഷൻ എടുക്കുമ്പം അതിൻ്റെ അകത്ത് റിയാക്ഷൻ നടക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അത് DV എന്ന് കാണിക്കുന്നത് ആ ക്രോസ് സെക്ഷൻ ചെറിയൊരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്തതാണ്. ഓക്കെ, DV FA പ്ലസ് DFA മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കി നമുക്കറിയാം ഇൻലെറ്റും ഔട്ട്ലെറ്റും എങ്ങനെയൊക്കെയാണ് കോൺസെൻട്രേഷൻ കാണിക്കണേന്ന്. CA0 FA0 അതൊക്കെ നമുക്കറിയാം. CAFും FAFും ഒക്കെ ഔട്ട്ലെറ്റ് വരുന്ന കോൺസെൻട്രേഷനും ഫ്ലോ റേറ്റും ഒക്കെയാണ്. അപ്പോൾ ഇൻപുട്ട് ഓഫ് A എന്ന് പറയുന്ന FAയും ഔട്ട്പുട്ട് ഓഫ് A എന്ന് പറയുന്നത് FA പ്ലസ് DFAയും ആണ്. ആ ക്രോസ് സെക്ഷൻ സ്മോൾ ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പം. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A അതാണ് റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. അതിനെ -RA × DV എന്നാണ് എഴുതുന്നത്. അപ്പം ഇതിനെ നമുക്ക് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന മോൾസ് ഓഫ് A റിയാക്ടിങ് ബൈ ടൈം ഇൻറ്റു വോളിയം ഓഫ് റിയാക്ടർ ദ ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ വോളിയം ഓഫ് എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മളിതിനെ ഓവറോൾ ബാലൻസ് എടുക്കുമ്പോൾ FA = FA പ്ലസ് DFA പ്ലസ് -RA × DV എന്ന് എഴുതാം. അതിനെ പല രീതിയിൽ റീഅറേഞ്ച് ചെയ്തിരിക്കുന്ന ഇക്വേഷനാണ്. അപ്പോൾ -RA DV = FA0 DXA എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കൂ ഇൻ ദ കേസ് ഓഫ് PFR എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ കാണുന്ന ഇക്വേഷനിൽ -RA × DV = FA0 × DXA എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്താൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് പർട്ടിക്കുലർ റിയാക്ഷൻ ഇൻ ദിസ് PFR. അപ്പോൾ ഇതാണ് പെർഫോമൻസ് ഇക്വേഷൻ ഓഫ് PFR എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പെർഫോമൻസ് ഇക്വേഷൻ ഓഫ് ബാച്ച് നോക്കി, കണ്ടിന്യൂസ് സ്റ്റിർ ടാങ്ക് റിയാക്ടർ നോക്കി, ആൻഡ് ഫൈനലി PFRും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അറിഞ്ഞിരിക്കേണ്ട വൺ ഓഫ് ദ റിലേഷനാണ് വോളിയം ഓഫ് റിയാക്ടറും കൺവേർഷനും റിയാക്ഷൻ റേറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു റിലേഷൻ. അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇൻ്റഗ്രൽ 0 to V dV by FA0 = 0 to XAF dXA by -RA. അതിൽ V എന്ന് പറയുന്ന വോളിയം, FA0 എന്ന് വെച്ചാൽ ഇൻലെറ്റ് ഫീഡ് റേറ്റും, XA എന്ന് വെച്ചാൽ കൺവേർഷൻ അറ്റ് ഔട്ട്ലെറ്റും, -RA എന്ന് വെച്ചാൽ റിയാക്ഷൻ റേറ്റുമാണ്. അപ്പം ഇതും തമ്മിലുള്ള റിലേഷനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ബോക്സിൽ കാണിച്ചിരിക്കുന്നത് സ്പേസ് ടൈമും കൺവേർഷനും ഒക്കെ ആയിട്ടുള്ള റിലേഷനാണ്. ഓക്കെ, ടൗ എന്ന് പറയുന്നത് എന്താണ് സ്പേസ് ടൈമാണ്.
അതുപോലെ ഈ ബോക്സിൽ കാണുന്ന ഇക്വേഷൻ ഈസ് വാലിഡ് ഫോർ എനി വാല്യൂ ഓഫ് എപ്സിലോൺ എ. എപ്സിലോൺ എ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മോളാർ വോളിയം പെർ മോൾ ഓഫ് എ റിയാക്റ്റഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾ ഡ്യൂ ടു റിയാക്ഷൻ. ഇനി കുറച്ച് ഇക്വേഷനും കൂടെ ഫെമിലിയർ ആയിട്ടിരിക്കുക. റിയാക്ഷൻ ടൈം എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, KT. അപ്പം KT എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ CA0 × XA എന്നുള്ള ഇക്വേഷൻ ഓർക്കുക. ഇപ്പം ഇതിൽ 0 ഓർഡർ ഹോമോജീനിയസ് റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയൊക്കെ KT വാല്യൂവിൻ്റെ ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ ഓർക്കുക, റിയാക്ഷൻ ടൈമിനെയാണ് KT വാല്യൂ എന്ന് കാണിക്കുന്നത്. അപ്പം ഈ ഇക്വേഷൻ ഒന്ന് ഫെമിലിയർ ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഇഫ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എപ്സിലോൺ എ എന്ന് പറഞ്ഞാൽ 0 ആണ്. ആദ്യം കാണുന്ന ഇക്വേഷൻ നോക്കുക. അതിൽ ടൗ വാല്യൂ അതുപോലെ തന്നെ V/FA0 വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനും കൂടെ ഒന്ന് ഫെമിലിയർ ആയിട്ടിരിക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇക്വേഷനാണ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ നടക്കുമ്പോൾ, ഫസ്റ്റ് ഓർഡർ റിവേഴ്സിബിൾ റിയാക്ഷൻ നടക്കുമ്പോൾ ഉള്ള -6 കണ്ടുപിടിക്കുന്നതും CA0 KT വാല്യൂ കണ്ടുപിടിക്കുന്നതുമായിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇപ്പോൾ സെക്കൻഡ് ഓർഡറൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസിൽ കാണാറില്ല, മിക്കവാറും ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. പക്ഷേ ഈ ഇക്വേഷൻ ഒന്ന് നോക്കി വയ്ക്കുക. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സ്പേസ് ടൈമും ഹോൾഡിംഗ് ടൈമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ PFRൻ്റെ കാര്യം പറയുമ്പം സ്പേസ് ടൈമിൻ്റെ ഇക്വേഷൻ CA0 V/FA0 ആണ് ടൗ വാല്യൂ എന്ന് പറയുന്നത്. ഹോൾഡിംഗ് ടൈം എന്ന് വെച്ചാൽ T⁻ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷനും അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കോൺസ്റ്റൻറ്റ് ഡെൻസിറ്റി ആകുമ്പോൾ ടൗ = ഹോൾഡിംഗ് ടൈമാണ്. അതായത് സ്പേസ് ടൈമും ഹോൾഡിംഗ് ടൈമും ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ V/ന്യൂ എന്ന് പറയാം. അതിൽ ന്യൂ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിമെട്രിക് ഫ്ലോ റേറ്റ് ആണ്. ക്യാപിറ്റൽ V എന്ന് പറയുന്നത് വോളിയം ഓഫ് റിയാക്ടറാണ്. അപ്പം PFRൽ ഈ ഒരു കണ്ടീഷനും കൂടെ ഓർത്ത് വയ്ക്കുക. നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിയാക്ടർ, ദാറ്റ് ഈസ് ലാമിനാർ ഫ്ലോ റിയാക്ടർ. അതിന് LFR എന്നാണ് പറയുന്നത്. അതും ഒരു ഹൊറിസോണ്ടൽ ടൈപ്പ് ഓഫ് റിയാക്ടറാണ്. ആ ഇമേജ് നോക്കുമ്പോൾ അറിയാം, ലാമിനാർ ഫ്ലോ റീജിയൻ ഉണ്ട്, ട്രാൻസിഷൻ റീജിയൻ ഉണ്ട്, പ്ലഗ് ഫ്ലോ റീജിയൻ ഉണ്ട്. അപ്പം 3 റീജിയൻസ് ഉണ്ട്. ലാമിനാർ ടർബുലൻ്റ് എന്നൊക്കെ ഡിവൈഡ് ചെയ്യുന്നത് റെനോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ വെച്ചിട്ടാണ്. 2000 വരെ റെനോൾഡ്സ് നമ്പർ വന്നു കഴിഞ്ഞാൽ ലാമിനാർ, 2100 തൊട്ട് 4000 വരെ ട്രാൻസിഷൻ, 4000 എബോ ആണെങ്കിൽ അത് ടർബുലൻ്റ് ആണെന്ന് നമുക്കറിയാം. അത് റെനോൾഡ്സ് എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു വാല്യൂ ആണ്. അപ്പം ഇതിൽ ലാമിനാർ ഫ്ലോ റീജിയനിൽ എന്തായാലും റെനോൾഡ്സ് നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ 2100-നേക്കാൾ കുറവായിരിക്കും. ട്രാൻസിഷൻ റേഞ്ചിൽ 2100 തൊട്ട് 4000 വരെ ആയിരിക്കും അതിൻ്റെ റെനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പം പല സോൺസ് ഈ പെർട്ടിക്കുലർ ലാമിനാർ ഫ്ലോ റിയാക്ടറിലുണ്ട്. ലാസ്റ്റ് സോൺ എന്ന് പറയുന്നത് പ്ലഗ് ഫ്ലോ റീജിയനുമാണ്. അപ്പോൾ 3 സോണുണ്ട്: ലാമിനാർ റീജിയൻ, ട്രാൻസിഷൻ റീജിയൻ ആൻഡ് പ്ലഗ് ഫ്ലോ റീജിയൻ ഉണ്ട്. അതാണ് ലാമിനാർ ഫ്ലോ റിയാക്ടർ. പക്ഷേ നമുക്കറിയാം, ഒരു ലാമിനാർ കണ്ടീഷൻ കിട്ടുന്നത് എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് അത്ര ഈസി ആയിട്ടില്ല. ചെറിയൊരു ഫ്ലോയിൽ കിട്ടുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എപ്പോഴാണ് നമുക്ക് ലാമിനാർ ഫ്ലോ കിട്ടുന്നതെന്ന് വെച്ചാൽ ലോ ഫ്ലൂയിഡ് ഫ്ലോ റേറ്റ് ആയിരിക്കും, സ്മോൾ ട്യൂബ് സൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈ ഫ്ലൂയിഡ് വെലോസിറ്റി ആയിരിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഐദർ സെപ്പറേറ്റ്ലി ഓർ ഇൻ കോമ്പിനേഷൻ ആയിട്ടായിരിക്കാം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് എക്സ്ട്രൂഷൻ ഓഫ് ഹൈ മോളിക്കുലർ വെയ്റ്റ് പോളിമർ. അപ്പം പോളിമർ മെൽറ്റ് ചെയ്ത് എക്സ്ട്രൂഡറിൽ കൂടെ പാസ് ചെയ്ത് വരുന്ന ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. വി ആർ മൂവിങ് ടു ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് LFR. ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഇൻക്ലൂഡ് ദ ഫ്ലോ ത്രൂ ദ വെസൽ ഈസ് ലാമിനാർ ആൻഡ് കണ്ടിന്യൂസ് ബട്ട് നോട്ട് നെസസറി അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. ദ സിസ്റ്റം മാസ് ഇൻസൈഡ് ദ വെസൽ ഈസ് നോട്ട് നെസസറിലി ഫിക്സഡ് ആണ്. അതുപോലെ തന്നെ ദർ ഇസ് നോ ആക്സിയൽ മിക്സിംഗ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ വെസൽ, ദർ ഇസ് നോ റേഡിയൽ മിക്സിംഗ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ വെസൽ. അപ്പം ആക്സിയലും റേഡിയൽ മിക്സിംഗ് ഉണ്ടാകത്തില്ല. ഡെൻസിറ്റി ഓഫ് ദ ഫ്ലോയിങ് സിസ്റ്റം ഈസ് നോട്ട് നെസസറിലി കോൺസ്റ്റൻറ്റ്. ഡെൻസിറ്റി കോൺസ്റ്റൻറ്റ് ആവണം നിർബന്ധമില്ല. ദ സിസ്റ്റം മേ അപ്രോച്ച് അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് ഓർ അൺസ്റ്റഡി സ്റ്റേറ്റ്. ദർ മേ ബി ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ദ വാൾ ഓഫ് ദ വെസൽ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അപ്പോൾ ഇതൊക്കെയാണ് LFRൻ്റെയും ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 റിയാക്ടർ നോക്കി. ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് കമ്പാരിസൺ നോക്കാം. സിംഗിൾ റിയാക്ടർ കൺസിഡർ ചെയ്യുമ്പം ബാച്ച് റിയാക്ടർ ഹാവ് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്മോൾ ഇൻസ്ട്രുമെൻറ്റ് കോസ്റ്റ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻ. നമ്മളിത് ഒരു ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെയാണ് ഇതിൽ കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് ആൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ബാച്ച് റിയാക്ടർ ഹാവിങ് എ Now we are summarizing all the 3 reactors that we have discussed earlier. അതിൽ ബാച്ച് റിയാക്ടറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സ്മോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ കോസ്റ്റ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻ ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹൈ ലേബർ കോസ്റ്റും ആൻഡ് ഹാൻഡ്ലിംഗ് കോസ്റ്റുമാണ്. അതുപോലെ തന്നെ ഹെൻസ് വി മേ ജനറലൈസ് ടു സ്റ്റേറ്റ് ദാറ്റ് ബാച്ച് റിയാക്ടർ ഈസ് വെൽ സ്യൂട്ടഡ് ഫോർ ബാച്ച് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ റിയാക്ഷൻ അല്ലെങ്കിൽ സ്മോൾ വോളിയത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബാച്ച് റിയാക്ടറാണ് പ്രിഫറബിൾ. കണ്ടിന്യൂസ് റിയാക്ഷൻ്റെ കാര്യം വരുമ്പോൾ അത് ആൻഡ് റിഗാർഡിംഗ് ദ റിയാക്ടർ സൈസ് കമ്പാരിസൺ ഫോർ എ ഗിവൺ ഡ്യൂട്ടി. ഒരു പെർട്ടിക്കുലർ കപ്പാസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് സപ്പോസ് എപ്സിലോൺ വാല്യൂ 0 ആണെങ്കിൽ ഷോസ് ദാറ്റ് an element of fluid react for a same length of time in batch and in the plug flow reactor have the same volume. അതാണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റിൽ പറയുന്നത് നമ്മളിപ്പോൾ ലോങ് ടേം ബേസിസിൽ ഒരു റിയാക്ഷൻ നടക്കുകയാണ്. അപ്പം ബാച്ച്
ബാച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഷട്ട് ഡൗൺ വരും. ഒരു ബാച്ച് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിലേക്ക് പോകുന്നതിനിടയ്ക്ക് കുറച്ച് ഷട്ട് ഡൗൺ ടൈം വരും. അതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ബാച്ച് റിയാക്ടറിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇൻ ഫ്യൂച്ചർ നമുക്ക് ബാച്ച് റിയാക്ടറൊക്കെ മാറ്റി ഈക്വലൻ്റ് ആയിട്ട് ഒരൊറ്റ പ്ലഗ് ഫ്ലോ റിയാക്ടർ വെച്ചിട്ട് നമുക്ക് വേണ്ട പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ബാച്ച് റിയാക്ടറിൻ്റെ അതിൻ്റെ ഷട്ട് ഡൗൺ ടൈമും കൺവേർഷനൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള ഒരു PFR കാൽക്കുലേറ്റ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൻ്റെ ഒരു ഓവർ വ്യൂ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഫോർ ടുഡേ സെഷൻ. വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.